ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വെറൈറ്റി ഡ്രിങ്ക് എന്ന് പറയുന്നത് കുമ്പളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം കുമ്പളവും പപ്പായയും ചേർത്തിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മൾ ഒരു 150 ഗ്രാം കുമ്പളം ഒരു മീഡിയം സൈസിൽ മുറിച്ചിട്ട് കുക്കറിൽ ഒരല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ ചൂടാറിയ ശേഷം നമ്മൾ ഒരു അല്പം വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായ ഒരു 200 ഗ്രാമോളം ഉണ്ടാവും, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒറ്റയടിക്ക് അടിച്ചെടുക്കാൻ പറ്റായിട്ടാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജ്യൂസ് ഏകദേശം റെഡിയായി. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇവിടെ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ടേബിൾ സ്പൂണ് ഐസ്ക്രീം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതുപോലെ വീട്ടിൽ കുമ്പളവും പപ്പായൊക്കെ ഒരുമിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം സിനി ഷംസി.